Hi guys, welcome back to my YouTube channel. Hey everyone! Welcome to Sinosphere! എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ കമൻറ്റുകളൊക്കെ വന്നിരുന്നു ലൈക്ക് ദിസ് വൺ. സോ ഐ തോട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. സോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് 7th ആണോ 8th ആണോ എനിക്കറിയില്ല, ഒരു സ്കൂൾ വെക്കേഷനാണ്. സോ ഞാനിങ്ങനെ ഒരു വെക്കേഷനിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് എനിക്ക് എന്തോ ഭയങ്കര അൺകംഫർട്ടബിളായി തോന്നി. ലൈക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ആണ് കേട്ടോ. എനിക്ക് പീരീഡ്സ് ടൈമിൽ എൻ്റെ ഫസ്റ്റ് ദിവസം എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. ബട്ട് നാട്ടിലായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ കുറേ കുടപ്പുളി വെള്ളം, പിന്നെന്താ പച്ചപ്പഴം, കുറച്ച് പഴുത്ത പഴം കഴിക്കാൻ പറയും. പിന്നെ എന്തുവാ ഇഞ്ചിയൊക്കെ ഇട്ട്, ഇഞ്ചിയല്ല ഗാർലിക്കും കുടപ്പുളി അരച്ചൊരു സാധനം തരും, അതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അതൊന്നും പറ്റാറില്ല. സോ ഇവിടെ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഉണ്ട്. നാട്ടിലെ പോലെയല്ല, കുറേ പെയിൻ കില്ലേഴ്സ് ഉണ്ട്. മെഫ്താൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ഇവിടെ കുറേ പെയിൻ കില്ലേഴ്സ് ഉള്ള കാരണം ഞാൻ ഡെയിലി വർക്കിന് പോകേണ്ട ഒരു അവസ്ഥയെ കാരണം ഞാൻ അങ്ങനെ സിക്കൊന്നും എടുക്കാറില്ല. ഞാനപ്പോൾ ആ ദിവസങ്ങൾ പെയിൻ കില്ലേഴ്സ് അടിക്കും, പോവും, വർക്ക് ചെയ്യും. അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ സിക്ക് എല്ലാ മാസവും എടുക്കാൻ എനിക്കെന്ത് തോന്നാറില്ല. അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ ലൈക്ക് ചിന്തിക്കുമ്പോൾ എനിക്കൊരു കാര്യം തോന്നാറ്, നമ്മളിപ്പോൾ ഈ പീരീഡ്സ് സിക്കായിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേറൊരു കാര്യങ്ങളുമില്ല. നമ്മളിത് തന്നെ ചിന്തിച്ച് ലൈക്ക് പെയിൻ കൂടുന്ന പോലെ ഫീൽ ചെയ്യും. ഇഫ് വി ഗോ ടു സംവെയർ ലൈക്ക് നമ്മൾ ഔട്ട് സൈഡ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്ത് ആ കാര്യങ്ങളിൽ അങ്ങോട്ട് കണ്ടിന്യൂ പോകും. അപ്പോൾ ഈ ചിന്ത തന്നെ സംടൈംസ് എൻ്റെ മൈൻഡിൽ നിന്ന് പോകും. സോ എൻ്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഫുഡിയാണല്ലോ. സോ എനിക്ക് അന്ന് തോന്നിയത് എൻ്റെ ലൈക്ക് പീരീഡ്സ് ഞങ്ങളിങ്ങനെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സിനെ അറിയിച്ചു. അത്ര ക്ലോസ് ആയ റിലേറ്റീവ്സിനെ എനിക്കങ്ങനെ എല്ലാവരും അറിയിച്ച് അങ്ങനെ. ഇപ്പം ഇപ്പോഴത്തേന്ന് വെച്ചാൽ ഭയങ്കര ഫങ്ഷനായിട്ടൊക്കെ നടത്തും, 7 ദിവസം ഫങ്ഷനായിട്ട്. അതുപോലെ തന്നെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ലൈക്ക് കുളിപ്പിക്കുന്ന ചടങ്ങ് അങ്ങനെ ആയിട്ട്. എൻ്റെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിത്തിരി എന്തൊരു വേണ്ടാത്തൊരു ഫീൽ തോന്നുന്നു അമ്മ. അപ്പം അമ്മ പറഞ്ഞു പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ സംഭവമാണ്. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എന്നെ റൂമിൽ കൊണ്ടിരുത്തി എന്താ കഴിക്കാൻ വേണമെന്ന് അച്ഛൻ ചോദിച്ചു. എനിക്ക് ആ ടൈമിൽ മാഗി ഭയങ്കര ഇഷ്ടമായിരുന്നു. മാഗി ഇപ്പോൾ വലിയ ഇഷ്ടമില്ല, പക്ഷേ മാഗി ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വല്ലപ്പോഴും കിട്ടുന്ന സമയം കാരണം ഭയങ്കര കൊതി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മേടിക്കും. അപ്പോൾ അതിനോടുള്ള ഒരു കൊതി പോയി. അപ്പോൾ ഈ വല്ലപ്പോഴും കിട്ടുന്ന മാഗിയെ കാരണം അച്ഛൻ എന്താ വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് മാഗി. അപ്പോൾ അച്ഛൻ ഒരു ലോഡ് കണക്കിന് മാഗി, ഒരു ബോക്സ് കണക്കിന് മാഗി കൊണ്ടുവന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുഴലപ്പം വച്ചപ്പോൾ അങ്ങനത്തെ പലഹാരമൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് കിട്ടിയിരുന്നു, നല്ല നല്ല ഫുഡ്. ഞാൻ പറയണതൊക്കെ സ്പോട്ടിൽ എൻ്റെ അച്ഛനും ഇങ്ങനെ ടപ്പീന്ന് കൊണ്ട് മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ലൈക്ക് നമ്മൾ വേണ്ടപ്പെട്ട റിലേഷൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഗോൾഡ് കൊണ്ടുവരാം, അതുപോലെ തന്നെ ഗോൾഡ് ഡ്രസ്സുകൾ. അത്ര അധികം ആരെയൊന്നും അറിയിച്ചിട്ടില്ല, ഒരു 2-3 റിലേറ്റീവ്സ് നമുക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ളവർ മാത്രം. അപ്പോൾ അങ്ങനെ ഗോൾഡ്. പിന്നെ എനിക്ക് അപ്പം കിട്ടിയിരിക്കുന്ന ഒരു ഇയറിങ്സ് സ്റ്റിൽ എൻ്റെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാനത് യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ അതുണ്ട്. പിന്നെന്താ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് 7 ദിവസം സുഖിച്ച് തിന്നാം, ഒരു പണിയില്ലാതെ. സ്കൂൾ എന്തായാലും കട്ട് ചെയ്യേണ്ടത് തന്നിട്ടില്ല, ബിക്കോസ് ഇതൊരു വെക്കേഷൻ ടൈമിലായിരുന്നു. ഞാനിങ്ങനെ സുഖിച്ചിരുന്ന് തിന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. തിന്നാന്ന് പറഞ്ഞാൽ മതി മറന്നിരുന്ന് റൂമിലിരുന്ന് ഇങ്ങനെ തിന്നിട്ടുണ്ട്. അതിനോളം നല്ല സുഖമുള്ള പരിപാടി വേറെ ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ വേറെ ഇങ്ങോട്ടും പോയിട്ട് റൂമിൽ നിൽക്കുക, നമ്മൾ പറയുന്ന സാധനങ്ങൾ അമ്മ ഇങ്ങനെ അച്ഛനിങ്ങനെ കൊണ്ടുവരും. ഇന്നെന്താ വേണ്ടേ, ഇന്നെന്താ വേണം. ഞാൻ ഓരോ ദിവസം ഓരോ മെനുവാണ്, എനിക്ക് എന്തത് വേണം അത് വേണമെന്ന് വേണം. മാക്സിമം അടിപൊളിയായിട്ട് ഞാൻ ആ ടൈമിൽ തിന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പച്ചമുട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തരാം, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതങ്ങനെ കഴിച്ചിട്ടില്ല. അമ്മ എനിക്ക് തന്നു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ കുറേ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, പക്ഷേ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു കോമൺ കാര്യമല്ലേ. അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഫുള്ള് ഫെമിനിൻ ടച്ചാണ്, ഫാമിലി ഫുള്ള്. ഞാനും ലൈക്ക് അമ്മ ചേച്ചിയൊക്കെയുള്ള കാരണം എനിക്കിതിനെപ്പറ്റി ഒരു നോളജ് മുമ്പേ ഉണ്ട്. ലൈക്ക് എന്താണ് സംഭവം എന്ന് എനിക്കറിയാം. സോ അച്ഛനിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരും, ഞാനിരുന്ന് ഇങ്ങനെ വെട്ടി വീഴുന്നു. എൻ്റെ പീരീഡ്സ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഫുഡായിരുന്നു മെയിൻ. ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുക ഒരു ദിവസം, അല്ലാതെ അങ്ങനെ ചടങ്ങായിട്ടൊന്നും നടത്തിയില്ല. ബട്ട് എനിക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ആയിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും അമ്മ മരുന്ന് കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇവിടെ ഇപ്പോൾ പിന്നെ എനിക്ക് നിവർത്തി കിടുമ്പോൾ ഞാൻ പെയിൻ കില്ലർ എടുത്ത് അടിക്കും, ജോലിക്ക് പോവും.
പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ടാംപോൺസ് ആണ്. എനിക്കിങ്ങനെ ഒരു കമൻറ്റും ചോദിച്ചിരുന്നു, ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്തു ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഞാൻ മെയിൻലി യൂസ് ചെയ്തിരുന്നത് ടാംപോൺസ് ആണ്. വെൻ ഐ വാസ് ഇൻ ഇന്ത്യയിലായിരുന്നപ്പോൾ ടാംപോൺസ് ഭയങ്കര എക്സ്പെൻസീവായി എനിക്ക് തോന്നിയിട്ട്. ബിക്കോസ് ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ടാംപോൺസ് നമ്മൾ മന്ത്ലി മേടിക്കുന്നത് ഭയങ്കര പൈസ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ വീട്ടുകാരെ ഇതാക്കി ജീവിക്കുന്ന കാരണം, ലൈക്ക് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയ സമയത്താണെങ്കിലും ഞാൻ ടാംപോൺസ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പാഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ അത് മേടിച്ച് തന്നിട്ടുണ്ട്. അമ്മ ആക്ച്വലി അത് വാങ്ങി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അതാണ് യൂസ് ചെയ്യുന്നത്. സോ അമ്മ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വാങ്ങി തന്നിട്ട്, പക്ഷേ ഞാനത് വെക്കാറില്ല. എനിക്കെന്തോ അത് വെക്കാനും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് പീരീഡ്സ് ടൈമിൽ നമ്മൾ അത്ര നാളത്ര ഫ്രീ ആയിട്ട് നടന്നിട്ട് പെട്ടെന്ന് ഈ പാഡൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് ഒരു സാധനം എക്സ്ട്രാ വരുന്നു, ഭയങ്കര ബ്ലീഡിങ്, ഒരു 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 വൃത്തികെട്ടൊരു ഇതായിരുന്നു. ലൈക്ക് നമ്മളങ്ങനെ ചെയ്യാത്തൊരു സംഭവം പെട്ടെന്ന് ഈ പാഡൊക്കെ വെക്കാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നും ഇതൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് കളഞ്ഞാൽ മതി. പിന്നെ അതങ്ങോട്ട് യൂസ്ഡായി. പിന്നെ എൻ്റെ പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസത്തിൽ പക്ക 7 ദിവസം വരത്തില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവർക്ക് 7 ദിവസം ഫുൾ ബ്ലീഡിങ്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുക. എനിക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം ഒരു മിനിമലായിട്ടുള്ളൊരു ബ്ലീഡിങ് ആയിരിക്കും. ബട്ട് ആ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ, സ്റ്റൊമക്ക് പെയിൻ, ലെഗ് രണ്ടും, ലൈക്ക് ലോവർ ബോഡി ഫുൾ അനക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലുള്ള പെയിനാണ്. ഹെവി പെയിൻ. പിന്നെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ പെയിൻ എല്ലാം കുറയും, പക്ഷേ ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലീഡിങ്. ആ ടൈമിൽ ഞാൻ ടാംപോൺസും പാഡും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ടാംപോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നിയത് ഒട്ടും ലീക്കേജ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഇന്നേഴ്സ് ഇട്ടില്ലെങ്കിലും ലീക്കേജ് ഇല്ല. ലൈക്ക് പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നേഴ്സ് ഇടണം. ഇന്നേഴ്സ് നമ്മൾ ഇട്ടില്ല, നമുക്ക് നല്ല കംഫർട്ടായിട്ടിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാംപോൺസ് ലൈക്ക് നമുക്ക് ഡിസ്പോസിബിൾ ചെയ്യാനും സുഖമാണ്. ഇത് ഇപ്പം എൻ്റെ കയ്യിൽ ടാംപോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടാംപോൺസ് നോക്കട്ടെ. എൻ്റെ കയ്യിൽ ആക്ച്വലി എൻ്റെ ഇരിപ്പുണ്ട്. യെസ്, ദിസ് ഈസ് ടാംപോൺസ്. ഇത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും സുഖമാണ്. ഞാൻ ഈ UK വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ടാംപോൺസ് യൂസ് ചെയ്യാൻ പറയാം. നാട്ടിൽ വെച്ച് എനിക്കറിയാം ടാംപോൺസ്, പക്ഷേ ആ ടൈമിൽ എനിക്കിത് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. ആ ടൈമിൽ ഇപ്പോൾ നമ്മളായിട്ട് സ്വയം പണിയെടുക്കും, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചിലവാക്കാം. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ അഫോർഡബിൾ ആണ് ടാംപോൺസ്. അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നാട്ടിൽ ഇത്തിരി എക്സ്പെൻസീവാണ്. സോ നമ്മുടെ നാട്ടിലെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ ടാംപോൺസ് ആണ് യൂസ് ചെയ്യുക. ടാംപോൺസ് ഭയങ്കര കംഫർട്ടാണ്. ഇത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും സുഖമാണ്. ഇത് ലൈക്ക് ഇതിൻ്റെ ഉള്ളൊരു ട്യൂബാണുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ സെക്കൻഡ് ഡേയിൽ ടാംപോൺസും പാഡും യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ആ ദിവസങ്ങളിലേക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. പിന്നെ തേർഡ് ഡേ എന്ന് പറയുന്നത് ഒരു മിനിമലായിട്ടുള്ള ഡേ ആണ്. അതോടുകൂടി എൻ്റെ പീരീഡ്സ് ഓൾമോസ്റ്റ് ഡൺ. പിന്നെ 4th തൊട്ട് 7th ഡേ വരെ എനിക്ക് ലൈക്ക് ബ്ലീഡിങ് ഇല്ല. ലൈക്ക് ഇങ്ങനെ ഒരു തുള്ളി അങ്ങനെയൊക്കെയാണ് എനിക്ക് വരാറ്. സോ എൻ്റെ പീരീഡ്സ് ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡേ ഒക്കെ എനിക്ക് ലൈക്ക് മൂഡ് സ്വിങ്സ് ഭയങ്കരമാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ആൾക്കാർ ശരിക്കും ഇതൊക്കെ ഉണ്ടാകും. ഞാനും വിചാരിച്ചു ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഈ പീരീഡ്സ് സമയത്ത് മൂഡ് സ്വിങ്സ് കൈ കഴിച്ചു തുടങ്ങി. ആക്ച്വലി മൂഡ് സ്വിങ്സൊക്കെ ശരിക്കും നമ്മുടെ ഹോർമോണിൽ നല്ല മാറ്റം കാണിക്കും. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പീരീഡ്സിൻ്റെ തലേ ദിവസം, അതായത് ഫസ്റ്റ് ദിവസം തലേ ദിവസം ഒരുപാട് കരയും. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു റീസൺ എനിക്ക് കരയാനില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും. ഞാൻ ആലോചിച്ച് കൂട്ടി ഞാൻ കരയും. ആ മന്ത്ലി വൺസാണ് ഞാൻ അങ്ങനെ കരയാറ്. ആ കരയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് പീരീഡ്സോ. ആ മാതിരിയാണ് ഞാനിരുന്ന് കരയുക. ഇപ്പം എനിക്ക് തല്ല് കൂടാൻ ഇപ്പം ആരും കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ തന്നെയൊക്കെ ഓരോന്ന് ആലോചിച്ചിരുന്ന് ഞാൻ കരയും. അപ്പം തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പീരീഡ്സ് ആവും. പിന്നെ മെയിൻ എനിക്ക് പിമ്പിൾസ് വരും. ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണിത്. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ പീരീഡ്സ് ആവും. അപ്പം ഇങ്ങനെ പിമ്പിൾസ് വരും. പിന്നെ പീരീഡ്സ് ആവുന്നതിൻ്റെ തലേ ദിവസം ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഷുഗർ കഴിക്കാനുള്ള ടെൻഡൻസി കൂടെ. എനിക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. സോ ഫസ്റ്റ് ഡേ ഞാൻ എന്തായാലും ഷുഗർ കഴിക്കും. പിന്നെ പീരീഡ്സ് ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എക്സ്പീരിയൻസ്. ഞങ്ങളങ്ങനെ വലിയ ഇങ്ങനെ ഒരു ഫങ്ഷനായിട്ട് ചെയ്യുന്നത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ബിക്കോസ് അതിപ്പോൾ അങ്ങനെ നടത്തേണ്ട ഒരു കാര്യമൊന്നുമായിട്ട് എനിക്ക് തോന്നണില്ല. എല്ലാവരും കാണിച്ച് എനിക്കതിനോട് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ കൂടാറുണ്ട്. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരും. ലൈക്ക്
അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻസാണ്. പക്ഷെ എനിക്കങ്ങനെ വലിയ പരിപാടിയായിട്ട് നടത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊന്നും അത്ര വലിയ ഇതാക്കി എടുക്കുന്നത് എല്ലാ പെൺപിള്ളേർക്കും വരുന്നൊരു കാര്യം. പെണ്ണായി അങ്ങനെ ഒരു ചടങ്ങാക്കി നടത്തണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പരിപാടികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഷാംപൂൺസ് യൂസ് ചെയ്യാൻ പറ്റുന്നവരതൊരു ബെസ്റ്റ് ചോയ്സാണ്. മെൻസ്ട്രൽ കപ്പ് ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ അമ്മയൊക്കെ പറയാറ് അത് ഭയങ്കര കംഫർട്ടാണെന്നാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ അതാണ് ഇഷ്ടം. എന്നിട്ട് അമ്മ എനിക്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോഴേ ദാറ്റ്സ് ഇറ്റ് മൈ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് എന്തൊരു മാതിരി ആയിരുന്നു. ഇതെന്താ സംഭവം, ലൈക്ക് നമ്മളല്ല കുറച്ചൊക്കെ ഞാൻ ഇത്തിരി കൂടി വലുതായി തുടങ്ങിയപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി വലിയ കുട്ടിയാവാറായിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇതൊക്കെ നോർമലായി. ലൈക്ക് ഇത്ര നാളുണ്ടാകുന്നൊരു സംഭവം സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഫസ്റ്റ് ഡേയ്സൊക്കെ ഭയങ്കര പെയിനായിരിക്കും. എനിക്ക് സൈക്കിളത്തെ പെയിനായിരിക്കും. അപ്പം ഞാൻ പെയിൻ കില്ലേഴ്സ് അടിക്കും, ജോലിക്ക് പോകും. വീട്ടിൽ മാക്സിമം ഞാൻ ഇരിക്കാതിരിക്കാൻ നോക്കും. പിന്നെ എനിക്ക് അത്ര കഠിനമായ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ സിക്ക് എടുക്കത്തുള്ളൂ. മാക്സിമം ഇരിക്കാണ്ടിരിക്കാൻ നോക്കും. വീട്ടിലിരുന്ന് കഴിഞ്ഞ് തന്നെ ചിന്തിക്കും. ലൈക്ക് അപ്പോൾ എനിക്ക് പെയിൻ കൂടുന്ന പോലെ ഫീൽ ചെയ്യും. പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഓരോന്നിലും ബിസി ആയിട്ട് ഈ സംഭവം തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സിൻ്റെ പറ്റിയുള്ളത്. ലൈക്ക് പീരീഡ്സ് എക്സ്പീരിയൻസും ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നതും ഇതാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.